ഇമ്മാക്കും നസ്താത്താക്കുമാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതെങ്കിലും ഓലേക്കായും എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ എനിക്ക് ജോലിൻ്റെ ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ട്. മാറ്റുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങൾക്കിപ്പോൾ വാങ്ങിയതാണ് ഈ ഒരു ജീപ്പ്. അതിലാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ നീനുവിൻ്റെ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫേസ് പൊത്തിപ്പിടിക്കുകയാണ്. പക്ഷെ എന്നാലും അങ്ങനെയല്ലേ. പിന്നെ ഞാൻ എന്താണ് ഈ വായിലിട്ട് കുറിക്കുന്നതെന്ന് ആലോചിക്കണം കേട്ടോ. ഈ ഒരു ഏലക്കായി കഴിക്കൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അങ്ങനെ നമ്മുടെ ജീപ്പിൽ ഞാൻ അതായിട്ടാണ് കേട്ടോ ഇന്ന് കയറുന്നത്. അങ്ങനെ കടയിലെത്തി ചുരിദാറൊക്കെ തിരയാൻ തുടങ്ങി. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചുരിദാർ ചെന്ന ഉടനെ തന്നെ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലാക്ക്. അപ്പോൾ ഡാർക്കിനോട് നസ്താത്താക്ക് അത്ര വലിയൊരു യോജിപ്പില്ല. ഞാൻ പിന്നെ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഓൽക്കാണ് എടുക്കുന്നതെങ്കിലും ഞാൻ അങ്ങനെ എനിക്ക് സെലക്ട് ചെയ്ത് നോക്കും. കുറേ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, എന്താ പെട്ടെന്ന് ഇട്ട് നോക്കുന്നത്. ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാനത് എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും നസ്താത്താക്കൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പച്ചയല്ല നീലയല്ല അതൊരു കളർ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ഇതിന്റെ കളർ ചേഞ്ച് ഒന്നും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു കളർ ചേഞ്ച് ആണെങ്കിൽ അതിലേറെ സെറ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്ത് കുഞ്ഞാക്കൊക്കെ വിട്ടുകൊടുത്തു. എന്നാൽ പിന്നെ നിനക്കത് എടുത്തുകൂടെ എന്ന് ചോദിച്ചു കേട്ടോ കുഞ്ഞാക്ക. പക്ഷെ ഞാൻ ഇങ്ങനെ എടുക്കാറൊക്കെ ഉണ്ട്. ഇന്നെന്തോ എനിക്കത് എടുക്കാൻ തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കടയിലെത്തി കേട്ടോ. കടയിലെത്തിയപ്പോൾ ഇവൻ ഇതാ ഫോണിലും തോണ്ടിക്കൊണ്ടിരിക്കുന്നു. നീനും ആണെങ്കിൽ ഇവിടെ ശോഭരാജിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ ഉമ്മാക്ക് പർദ്ദ എടുക്കാനാണ് കേട്ടോ പോയത്. എനിക്കാണെങ്കിൽ നല്ല കളർഫുള്ളിൽ ഇങ്ങനെ പാറി പറക്കണ നല്ല വർക്കൊക്കെ ഉള്ള പർദ്ദയാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ ഉമ്മാക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഉമ്മാക്ക് നല്ല ഡാർക്ക് കളറാണ് ഇഷ്ടം. ഇനിയിപ്പോൾ അങ്ങനത്തെ പർദ്ദ ഉണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങളുടെ നിർബന്ധത്തിന് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഇനി നീനുവിന് മേക്കാത് കുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ചൈതന്യ പോയി. അപ്പോൾ അവിടെ കാത് കുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ കെൻസയിലോട്ടാണ് കേട്ടോ വിട്ടത്. അവിടെ ചെന്നപ്പോൾ പിന്നെ പറയാതിരിക്കാൻ വയ്യ, ചിരിച്ച് ചത്തു. നീനുവിനാണെങ്കിൽ വീഡിയോസ് എടുക്കുമ്പോൾ ഭയങ്കര ചിരി വരും, മടിക്ക് വരും കേട്ടോ. അപ്പോൾ അവൾ പറയും എന്നെ വീഡിയോസ് എടുക്കണ്ടെന്നൊക്കെ പറയും. ഞാനാണെങ്കിൽ അവളെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരും കൂടെ മോട്ടിവേഷൻ കൊടുക്കുകയാണ് കേട്ടോ. വീഡിയോസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാതുകുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയണം എക്സ്പ്രഷൻ ഇടുന്നു. എന്ത് എക്സ്പ്രഷൻ. പിന്നെ ഞങ്ങൾ കമ്മലൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുള്ളൊരു കമ്മലുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു കുഞ്ഞു മയിൽ കേട്ടോ. എനിക്കൊരു മേക്കാത് വാങ്ങണം എന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ ഇനി ഒരിക്കലും വാങ്ങണം. ഈ ഒരു ലൗച്ചിനും അതും എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിതിൽ വേറൊരു സംഭവം കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും എന്തായാലും ഈ ഒരു സംഭവം ഞാൻ വാങ്ങിക്കും. ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടുള്ള ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഇതൊരിക്കലും വാങ്ങിക്കണം. സ്വർണ്ണം ആവുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അത്ര സ്പീഡിലാണ് റേറ്റ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാവധാനത്തിലേ പറ്റുള്ളൂ. അങ്ങനെ നേരെ നമ്മുടെ കടയിലെത്തി. പിന്നെ ഉമ്മാൻ്റെ പർദ്ദയൊക്കെ കുഞ്ഞാക്ക് നോക്കി അഭിപ്രായമൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു പച്ചയാണോ കിട്ടിയത്, നല്ലതൊന്നും കിട്ടിയില്ല, നല്ല കളറുള്ളതൊന്നും കിട്ടിയില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ നെസ്താത്താക്ക് വേറെ 2 കൂട്ടം ചുരിദാറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ജിം ആൻഡ് ഹാബിയിൽ വന്നിട്ടുണ്ടായിരുന്നു. വാങ്ങിയ പൊലിവാണ്. അപ്പോൾ എല്ലാവർക്കും ജീപ്പിൽ കയറണം. അതിനുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ ഇവർ. 8-9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മാക്ക് നല്ലപോലെ വിശക്കാൻ തുടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ചായ അന്വേഷിച്ച് പോയതാണ് കേട്ടോ. പക്ഷേ അവർ കടയൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ പോയി. അവിടുന്ന് ഞാനും ഉമ്മയും നീനും കൂടെയാണ് പോയത്. അവിടുന്ന് മാക്ക് ചായയും ദോശയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് തിരിച്ചു വന്നു. കടയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. എപ്പോഴൊന്നും ഇല്ലല്ലോ, എപ്പോഴെങ്കിലും അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. ഞാനും സച്ചും കുഞ്ഞാക്കാണ് കേട്ടോ പോയത്. അങ്ങനെ മുണ്ടൂര് നാത്തൂൻ്റെ കുടുംബത്തിലൊരു മരണം ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ എന്തായാലും പോയിന് എനിക്കൊന്നും എടുത്തില്ലാന്നൊന്നും പറയണ്ട. 2 ചുരിദാർ എനിക്കും എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാക്ക. ഇതൊരു 620 രൂപൻ്റെ ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സാധാ നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. നമുക്ക് ഇടാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.